ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഏറ്റവും പുരാതനമായി കണക്കാക്കുന്ന ഒന്നാണല്ലോ വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളിൽ വിശിഷ്ടവും പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നതുമായ വേദമാണ് ഋഗ്വേദം. കേരളത്തിലെ വേദബ്രാഹ്മണരുടെ പാണ്ഡിത്യം അളക്കുന്ന പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. കേരളത്തിലെ 2 ബ്രഹ്മസ്വം മഠങ്ങളിലെ വേദവിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വേദപാരായണ മത്സരം. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠവും തിരുനാവായ ബ്രഹ്മസ്വം മഠവും തമ്മിൽ നടക്കുന്ന ഈ വേദപരീക്ഷയുടെ വേദി കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. പണ്ട് കാലങ്ങളിൽ വളരെ വിപുലമായി നടന്നു വന്നിരുന്ന അന്യോന്യം 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് മുടങ്ങുകയാണുണ്ടായത്. പിന്നീട് 1987 ഈ ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറി വന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസറായ കൊരമ്പത്ത് ഗോപിനാഥ മേനോൻ എന്ന മഹത് വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി 1989 ഈ ചടങ്ങ് വീണ്ടും പുനരാരംഭിച്ചു. ഇന്ന് അന്യോന്യം പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായി തന്നെ കടവല്ലൂർ അന്യോന്യം നടന്നു വരുന്നു. പുതിയ തലമുറയിലെ പലർക്കും അപരിചിതമായ ഒന്നായിരിക്കാം കടവല്ലൂർ അന്യോന്യം. അവരിൽ നിന്നും ഈ ആചാരം അകന്നു പോവാതിരിക്കാനും കൂടുതൽ അറിവിനായും അവർക്കിത് അന്യമാവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി ഞങ്ങൾ ചെയ്ത ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കടവല്ലൂർ അന്യോന്യം യുഗാനന്ദ അതായത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്നാണ്. ഏതാണ്ട് ഏത് കാലത്ത് തുടങ്ങിയെന്ന് കൃത്യമായി എവിടെയും പറഞ്ഞു വച്ചിട്ടില്ല. പക്ഷേ 1947 അത് മുടങ്ങിപ്പോയി. 1947 വിശേഷം നമുക്കെല്ലാവർക്കും അറിയാം. അത് സോഷ്യോ എക്കണോമിക് രംഗങ്ങളിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാലമായിരുന്നു. 36 ശേഷം 47 വരെ, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം. ക്ഷേത്രപ്രവേശന വിളംബരം പ്രായേണ തിരുവിതാംകൂർന്ന ഈ പ്രദേശത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറേ കൊല്ലങ്ങളെടുത്തു. ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സാമൂഹ്യമായ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു കടവല്ലൂർ അന്യോന്യം നിലച്ചു പോയത്. ആ കടവല്ലൂർ അന്യോന്യം 1989 കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുൻകൈയിൽ അത് പുനരാരംഭിക്കുകയാണ് ചെയ്തത്. പുനരാരംഭിക്കാൻ കാരണം അന്നിവിടേക്ക് ഏതാണ്ട് ഒരു ശിക്ഷാ നടപടിയുടെ രൂപത്തിൽ ഇവിടെ ട്രാൻസ്ഫറായി വന്ന കോരമ്പത്ത് ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു ദേവസ്വം ഓഫീസർ ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം പെൻഷനായി. ഊരകത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരികയും കാര്യമായി മറ്റ് മഹാക്ഷേത്രങ്ങളിൽ അദ്ദേഹം അനുഷ്ഠിച്ച പോലെ കാര്യമായി ഒന്നും അനുഷ്ഠിക്കാനില്ലാതെ വൃഥാ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പണ്ട് അന്യോന്യക്കാലത്ത് ഉപ്പിലിട്ടത്, അതായത് നെല്ലിക്കക്കറിയോ നാരങ്ങക്കറിയോ ഒക്കെ ആക്കി വെക്കുന്ന മഹാകാരന്മാരായിട്ടുള്ള ഭരണികൾ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ച് നടന്ന സമയത്താണ് അദ്ദേഹത്തിന് കടവല്ലൂർ അന്യോന്യം എന്ന ചരിത്രരേഖകളിലൊക്കെ പലരും വായിച്ചിട്ടുള്ള പോലെ എസ്.കെ. വസന്തൻ സാറിൻ്റെ ചരിത്ര നിഘണ്ടുവിലൊക്കെ അതുള്ളതാണ്. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കടവല്ലൂർ അന്യോന്യം എന്നും അന്യോന്യത്തിനെ കുറിച്ചിട്ടുമൊക്കെ അദ്ദേഹം അറിഞ്ഞത്. തുടർന്ന് അദ്ദേഹം ഈ 2 മഠങ്ങളാണല്ലോ, അതായത് 2 പാഠശാലകളാണ് കേരളത്തിലെ ഋഗ്വേദം പഠിപ്പിക്കുന്നത്. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠവും തിരുനാവായ ബ്രഹ്മസ്വം മഠവും. ആ 2 ബ്രഹ്മസ്വം മഠങ്ങളിലെ വേദപണ്ഡിതന്മാരെ കണ്ട് കടവല്ലൂർ അന്യോന്യം ആരംഭിക്കുകയാണ് ചെയ്തത്. ഈ മഠങ്ങൾ ഉണ്ടാവാൻ ഒരു കഥയുണ്ട്. തൃശ്ശൂർ 4 സന്യാസി മഠങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സന്യാസി മഠമാണ് ഉള്ളത് തൃശ്ശൂർ. അവിടെ 4 സന്യാസി മഠങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയണത്. അന്ന് ഈ ഓത്തന്മാരെല്ലാവരും അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരെല്ലാവരും ഭക്തപ്രിയത്ത് അമ്പലത്തിൽ, ഏതാണ്ട് തൃശ്ശൂരെ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരമ്പലമാണ് ഭക്തപ്രിയത്ത്, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം. ആ ഭക്തപ്രിയത്തായിരുന്നു അവർ താമസിച്ചിരുന്ന് ഭജിച്ചിരുന്നത്. അതുകൊണ്ട് അവരെ ഭക്തപ്രിയത്ത് ഓത്തന്മാരെന്നുള്ളൊരു പേരും അവർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വടക്കേ ബ്രഹ്മസ്വം മഠത്തിൽ അന്ന് സന്യാസി മഠമായിരുന്ന ആ സമയത്ത് ഒരു ഇല്ലത്തെ ആകെ അവശേഷിക്കുന്ന ഒരു ഉണ്ണിയെ സന്യസിക്കാൻ വിടേണ്ടി വന്നു. ആ അമ്മ സങ്കടത്തോടെ ആ മഠത്തിനെ ശപിച്ചു എന്നാണ് അതിൻ്റെ ഐതിഹ്യം പറയണത്. ശങ്കരാചാര്യ ശിഷ്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു മഠമാണത്. അങ്ങനെ ആ അമ്മയുടെ ശാപം ഫലിക്കുകയും അവസാനത്തെ സന്യാസി, വടക്കേ മഠത്തിലെ അവസാനത്തെ സന്യാസി അത്
ഈ വേദപണ്ഡിതർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വടക്കേ ബ്രഹ്മസ്വ മഠായി മാറിയത്, വേദപണ്ഡിതരുടെ മഠായി മാറിയത്. അങ്ങനെ ആ ബ്രഹ്മസ്വ മഠത്തിലെ കേരളത്തിലെ എല്ലാ ഋഗ്വേദികളും ഋഗ്വേദോപാസന ചെയ്ത് പോരുകയായിരുന്നു. ആ സമയത്ത് അതിലെ ചില രാഷ്ട്രീയ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് അന്വേഷിക്കുന്നവർ പറയുന്നുണ്ട്. കാരണം കൊച്ചി മഹാരാജാവിൻ്റെ ആയിരുന്നു ഈ വടക്കേ ബ്രഹ്മസ്വ മഠം, അദ്ദേഹത്തിനാണ് അധികാരം. അപ്പോൾ സാമൂതിരിക്ക് ഇങ്ങനെയുള്ളൊരു ബ്രഹ്മസ്വ മഠം വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി എന്ന് പറയുന്നു. എന്തിനു പറയുന്നു? വടക്കേ ബ്രഹ്മസ്വ മഠത്തിലെ പുത്തില്ലം എന്ന് പറയുന്ന വീട്ടുപേരുള്ള ഇല്ലപ്പേരുള്ള ഒരു നമ്പൂതിരി, അവിടെ നടക്കുന്ന അന്ന് കിടമത്സരങ്ങളാണ് നടന്നിരുന്നത്. ഓരോ അധ്യാപകരുടെയും ഇടയിലുള്ള ശിഷ്യന്മാർ തമ്മിലുള്ള മത്സരം, അതിനെയാണ് കിടമത്സരം എന്ന് പറയുക. ആ കിടമത്സരങ്ങളായിരുന്നു അന്ന് നടന്നിരുന്നത്. അത് അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒരു കിടമത്സരത്തിൽ അതിൽ അദ്ദേഹത്തിന് ശണ്ട കൂടുകയും അവിടുന്ന് പുത്തിലം തിരുമേനി കുറച്ച് ശിഷ്യന്മാരുമായിട്ട് ഇറങ്ങിപ്പോകുന്ന സാമൂതിരിയെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാമൂതിരി കൊടുത്ത സ്ഥലത്ത് ഇന്നിപ്പോൾ തിരുനാവായ ബ്രഹ്മസ്വ മഠം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം സാമൂതിരി കൊടുത്തതാണ്. അങ്ങനെ തിരുനാവായ ബ്രഹ്മസ്വ മഠം തുടങ്ങി. ഈ 2 ബ്രഹ്മസ്വ മഠങ്ങളും പിന്നീട് ഈ പാണ്ഡിത്യ മത്സരങ്ങൾ ആരംഭിച്ചത് ശരിക്കും ഇവിടെ ആയിരുന്നില്ല, പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. അവിടെ മറ്റേ ധർമ്മശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി പോകുന്ന സ്ഥലത്ത്, അവിടെ ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ സഭാമഠത്തിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നടക്കുമ്പോഴും തൃശ്ശൂർ യോഗക്കാർക്ക് ആയിരുന്നു കൂടുതൽ വിജയം. അതെന്തായിരുന്നു എന്ന് തിരുനാവായ യോഗക്കാരെ അന്വേഷിച്ചപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു അന്നൊക്കെ അന്യോന്യം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഓത്തന്മാർക്കൊക്കെ ഈ എന്താ പറയേണ്ടത്, ശിവനെ ഭജിക്കാൻ, വടക്കുന്നാഥനെ ഭജിക്കാനും വടക്കുന്നാഥൻ്റെ തൃപ്പുക സേവിക്കാനും ഇട ഉണ്ടായിരുന്നു. അതായത് വടക്കുന്നാഥൻ്റെ തൃപ്പുക 41 ദിവസം തുടർച്ചയായിട്ട് സേവിച്ചാൽ എന്താണോ ഇച്ഛിക്കുന്നത് അത് ലഭിക്കും എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ യോഗക്കാർക്ക് അവിടെയൊക്കെ നടന്ന മത്സരങ്ങളിൽ വിജയം ഉണ്ടാവുകയും അതവർക്ക് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി തൃപ്പുക സേവിക്കാനുള്ള ഇട കൊണ്ടാണെന്ന് തോന്നുകയും ചെയ്തപ്പോൾ ജിയോഗ്രഫിക്കലായിട്ട് 2 മഠങ്ങളുടെയും നടുക്കിലായിട്ട് ഉള്ള ഈ ക്ഷേത്രത്തിൽ സ്ഥാനം നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. അതിന് വേറെയും ഒരു കാരണമുണ്ട്. ആ കാരണമായിട്ട് പറയുന്നത് ഇവിടെ 4 ഭാവങ്ങളാണ്. ശ്രീരാമനെ കാലത്ത് വനവാസിയായിട്ട് വനത്തിലേക്ക് പോകുന്ന ശ്രീരാമൻ്റെ ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ഉച്ചപൂജയുടെ സമയത്ത് വരുണനോട് കോപിച്ച് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ സന്ധ്യസമയത്ത്, ദീപാരാധന സമയത്ത് അദ്ദേഹം ചക്രവർത്തി പദത്തിലാണ് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അർദ്ധരാത്രിയോടെ അദ്ദേഹം ശങ്കരനാരായണ രൂപത്തിലാണ് എന്നും വിശ്വസിച്ചു പോരുന്നു. അപ്പോൾ കുറച്ച് വേദപണ്ഡിതർ ഈ വരുണനോട് കോപിച്ച് നിൽക്കുന്ന ഭാവം എന്താണ് എന്നൊന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തെ ഭജിക്കുകയും ആ കോപം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ആ കോപം അടക്കാൻ വയ്യാതെ എന്ത് ചെയ്യണ്ടോന്ന് വിഷമിച്ച് നിൽക്കുന്ന ആ വേദപണ്ഡിതർക്ക് മറ്റേ ഋക്കിനാലും യജുസ്സിനാലും അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഒരു അശരീരി കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയതാവാം, ഒരു ശരീരം അദ്ദേഹത്തിനോട് പറഞ്ഞതല്ല, അതാണ് അശരീരി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായപ്പോഴാണ് ഈ കടവല്ലൂരിൽ അന്യോന്യമാവാം എന്ന് വിചാരിച്ചത്. അന്യോന്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഏത് വേദമായാലും അത് ടെക്സ്റ്റ് മാത്രം നിലനിന്നുകൊണ്ട് ആർക്കും ഒന്നും പ്രയോജനമില്ല. കാരണം ഉച്ചാരണപ്രധാനമാണ് വേദങ്ങളെല്ലാം. അങ്ങനെ വേദങ്ങൾ സ്വരിച്ച് ചൊല്ലുന്നതിന് ഒരു അവസരമുണ്ടെങ്കിൽ മാത്രമേ വേദശബ്ദം നിലനിൽക്കുള്ളൂ. ആ വേദശബ്ദത്തെ നിലനിർത്താനും ഈ വൈദിക ചിന്ത ഈ കാലത്ത് ഉണ്ടാക്കുന്നതിനും ഒരു പരിധിവരെ ഈ അന്യോന്യം സഹായിച്ചിട്ടുണ്ട്. അന്യോന്യം എന്ന് പറയുമ്പോൾ 2 തരം പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്താണ് അന്യോന്യവേദി.
എല്ലാവർക്കും അറിയാവുന്ന മാതിരി തന്നെ ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ മത്സരം നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ആരാണോ പ്രയോഗിക്കേണ്ടത്, അതായത് ആദ്യം പ്രയോഗിക്കുന്ന ആൾക്ക് മുമ്പിലിരിക്കുക എന്നാണ് പറയുക. ആദ്യത്തെ ദിവസം ആദ്യം പ്രയോഗിക്കുന്നതിന് ഒന്നാം തീയതി മുമ്പിലിരിക്കൽ എന്ന് പറയും. അതാണ് അതിൻ്റെ ടെർമിനോളജി. അപ്പോൾ മുമ്പിലിരിക്കുന്നത് ഏത് യോഗത്തിലെ പണ്ഡിതനാണോ മറ്റേ യോഗത്തിലെ വേദപണ്ഡിതരാണ് അദ്ദേഹത്തിന് ഏത് ഋക്കാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഏത് ഋക്കാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഒരു ക്വസ്റ്റ്യനായിട്ട്, ഒരു ചോദ്യമായിട്ട് നിർണ്ണയിക്കുക. ആ ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് വാചികമായിട്ടല്ല, മറിച്ച് അവിടെ കല്ലുകൾ വെച്ചിട്ടാണ്. അതിൻ്റെ ടെർമിനോളജി അവർ പറയുന്നത് കല്ല് പടുക്കുക എന്നാണ് പറയുക. ആ കല്ല് പടുക്കുന്ന രീതി കണ്ടിട്ടാണ് ഇന്ന അഷ്ടകത്തിലെ ഇന്ന അധ്യായത്തിലെ ഇന്ന വർക്കം മുതൽ 10 ഋക്കുകൾ പ്രയോഗിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ കാണുന്ന പോലെ തന്നെ വീഡിയോയിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്വരിച്ച് ചൊല്ലുന്നതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. അതായത് എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ സ്വരങ്ങൾക്ക് ഉദാത്താനുദാത്ത സ്വരിത പ്രജയം, അതുപോലെ തന്നെ വേദത്തിന് കമ്പം എന്നുള്ളൊരു രീതിയും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ഏതാണ്, ഏത് ഉദാത്തമാണെങ്കിൽ അങ്ങനെ, അനുദാത്തമാണെങ്കിൽ അങ്ങനെ ഏത് സ്ഥായിയിൽ ഉച്ചരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിലാണ് അങ്ങനെ പ്രയോഗിക്കേണ്ടത്. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ യോഗക്കാരനും ഏതാണ്ട് അതുപോലുള്ള പരീക്ഷയാണുള്ളത്. അതിനുശേഷം അത്താഴ ശീവേലിക്ക് ശേഷം വേദവികൃതികളായിട്ടുള്ള ജഡയും രഥയും അതിലേതെങ്കിലും ഒന്നാണ് പ്രയോഗിക്കുക. നമുക്കറിയാവുന്ന മാതിരി തന്നെ ഋഗ്വേദത്തിന് 8 വികൃതികളാണുള്ളത്. ശിഖ, മാല, രേഖ, ദണ്ഡം, ഖനം തുടങ്ങിയിട്ടുള്ള 8 വികൃതികളാണുള്ളത്. കേരളത്തിലെ ഋഗ്വേദികൾക്കിടയിൽ ഈ ജഡയും രഥയും മാത്രമേ ഉള്ളൂ. വേദവികൃതികൾ എന്ന് പറഞ്ഞാൽ വേദിക് എക്സസൈസ് ആണ്. വേദ ടെക്സ്റ്റിൽ പാഠഭേദം ഇല്ലാതെ ആ വേദിക് ടെക്സ്റ്റിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായിട്ടാണ് ഈ വേദിക് എക്സസൈസ് അല്ലെങ്കിൽ ജഡയോ രഥയോ ഒക്കെ അവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. ആ ജഡയും രഥയും 2 പേർ ചേർന്നിട്ടാണ് പ്രയോഗിക്കുക. അങ്ങനെയുള്ള ഒരു പരീക്ഷയും കൂടി ഉണ്ട്. ഇത് രണ്ടും ചേർന്നാലാണ് അന്യോന്യം എന്നുള്ള ഒരു പരീക്ഷ വരുന്നത്. മുനയോ വാതരശന വാതരശന വിസംഗ വാതരശന ഇതി വാത രശന വിസംഗ വസതേ വസതേ മല മലേതി മല വാദസ്യാനു അനുദ്ധ്രായിം ധ്രായന്തി യന്തിയൽ ദേവാസാ ദേവാസോ അവീക്ഷത അവീക്ഷതേ യവീക്ഷത ഉന്മദിതാ മൗനേന ഉന്മദിതാ ഇത്യുൽമദിതാ മൗനേന വാതാൻ
वाग आतस्थिमा आतस्थिमा तस्थिमा वयम् वयमिति वयम् शरीरे इदस्माकम् अस्माकं यूयम् यूयम् मर्तासा मर्तासो अभीति अभिपश्यथा വൃശ്ചിക മാസക്കാലത്ത് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഒരു ആചാരമാണ് അന്യോന്യം. ഋഗ്വേദ പാരായണ മത്സരമാണ് ഈ അന്യോന്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളിലേക്കൊരു അറിവ് പകർന്നു തരാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരിക്കൽ നിർത്തിപ്പോന്ന അന്യോന്യം എന്ന ഈ ആചാരം പുനരാരംഭിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത അന്നത്തെ ദേവസ്വം ഓഫീസറായ കോരമ്പത്ത് ഗോപിനാഥൻ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ കടവല്ലൂർ അന്യോന്യം ഒരു വിഭാഗം ജനതയ്ക്ക് അറിയാം. അതറിയാത്ത കേട്ടുകേൾവി മാത്രമുള്ള ഒരു വിഭാഗമുണ്ട്. എന്താണ് അന്യോന്യം? അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് അങ്ങ്. ഒരിക്കൽ നിർത്തേണ്ടി വന്ന ഈ അന്യോന്യം പുനരാരംഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിനെക്കുറിച്ച് വിശദമായൊരു അറിവ് കൊടുക്കുക. നമസ്കാരം. കടവല്ലൂർ അന്യോന്യം അത് വളരെ പ്രമാദമായ വേദോപാസനയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേദപാണ്ഡിത്യ പരീക്ഷ തന്നെയാണ്. കടവല്ലൂർ കടന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വേദ ഉപാസനയിൽ അഥവാ വേദം ചൊല്ലലിൽ ഏറ്റവും ഉന്നതമായ ബിരുദം തന്നെയാണ് കടവല്ലൂർ കടന്നിരിക്കുന്നത്. കടവല്ലൂരിൽ അത് എത്ര കാലം മുൻപ് നടന്നു എന്നത് പറയാൻ ഞാനാണല്ല. അത് പുനരാരംഭിച്ചിരിക്കുമ്പോൾ 42 വർഷം 1989 ആണത് പുനരാരംഭിച്ചത്. അപ്പോൾ 42 വർഷം അതിനു മുൻപ് നിന്ന് പോയിരുന്നു. തൃശ്ശൂർ തിരുനാവായ യോഗക്കാരുടെ വേദപാണ്ഡിത്യ പരീക്ഷയാണത്. തിരുനാവായ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ബ്രഹ്മസമ്മടത്തിൽ തന്നെയാണ് നടന്നിരുന്നത്. അന്ന് വടക്കുന്നാഥൻ്റെ ശ്രീരാമക്ഷേത്രത്തിൽ കിഴക്ക് പടിഞ്ഞാറ് എന്ന പേരിൽ ആണ് ഇതിൻ്റെ ആവിർഭാവം. അതിന് കുറച്ചു കാലം മുൻപ് തൃശ്ശൂർ ഭക്തപ്രേം ക്ഷേത്രത്തിൽ നടന്നിരുന്നതായി പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ബ്രഹ്മസം വടക്കേച്ചിറയിൽ ഈ വേദം പഠിക്കുന്ന ഉണ്ണികൾ നീന്തി കളിച്ച് കുസൃതികൾ കാട്ടിയപ്പോൾ അതൊരു വിഭാഗത്തിനെ ഒഴിവാക്കുകയും അത് പിരിഞ്ഞ് 2 യോഗങ്ങളായി തീരുകയാണ് ഉണ്ടായത് എന്ന് കേൾക്കുന്നു. അന്യോന്യം എന്നുള്ള പേരിൽ
ആദ്യം ഈ ഏകോപവാസം നടന്നത് മുളങ്കുന്നത്തുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അവിടെ അന്യോന്യം നടക്കുമ്പോൾ ജയം തൃശ്ശൂർ യോഗക്കാർക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് യോഗക്കാർക്കും സമദൂരം വരുന്ന തരത്തിലുള്ള ഒരിടത്ത് വെച്ചാവണം ഇത് എന്നുള്ളൊരു അഭിപ്രായം വരികയും അങ്ങനെ കൊച്ചി രാജ്യത്തിൻ്റെ പഴയ കൊച്ചി രാജ്യത്തിൻ്റെ അറ്റമായ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് ആരംഭിക്കാൻ തീരുമാനിക്കാനുണ്ടായത്. അങ്ങനെയാണ് തിരുനാവായ യോഗവും തൃശ്ശൂർ യോഗവും തമ്മിലുള്ള അന്യോന്യം നടന്നു വന്നത് എന്നാണ് അറിയുന്നത്. ഞാൻ ഈ അന്യോന്യത്തിനെ കുറിച്ച് അറിയുന്നത്, അത് കേൾക്കുന്നത് തന്നെ കാണിപ്പയ്യൂര് തിരുമേനിയുടെ സ്മരണകൾ എന്ന പുസ്തകത്തിലെ ത്രിസന്ധയെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ഒരു ഭാഗത്ത് അതിന് ഉപമിച്ചിരിക്കുന്നത് കടവല്ലൂർ അന്യോന്യം പോലെ എന്നുള്ള പ്രയോഗത്തിലാണ്. അങ്ങനെയാണ് കടവല്ലൂർ അന്യോന്യം എന്നുള്ളത് എന്താണ് എന്ന് കേൾക്കുന്നത്. ഒരു നിയോഗം പോലെ കടവല്ലൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറായി എനിക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും അവിടെ ചെന്ന് ചുമതലയേറ്റ് ഏൽക്കുന്ന സമയത്ത് അവിടുത്തെ പണ്ടം പാത്രം രജിസ്റ്റർ പ്രകാരമുള്ള ഉരുപ്പടികൾ ഒത്തുനോക്കുന്നതിനിടയിൽ കലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ മങ്ങലികൾ, വലിയ വിവാദകരമായ ഭരണികൾ ഇതെല്ലാം കാണുകയും അവിടുത്തെ കഴകക്കാരനായ പക്ഷിൽ നാരായണ മൂസിനോട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഇതിൻ്റെ സാഹചര്യം ചോദിച്ചറിഞ്ഞപ്പോഴാണ് കടവല്ലൂർ അന്യോന്യത്തിന് നാടടത്ത് നടന്നിരുന്ന സദ്യയ്ക്ക് കറികളുണ്ടായി തെക്കി വയ്ക്കാനുള്ള പാത്രങ്ങളായിരുന്നു അതെല്ലാം. അത്രയും കറികളൊന്നും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിന് തക്കതായ ചോറ് എത്ര കണ്ട് വച്ചിരിക്കാം എന്ന് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. കടവല്ലൂർ ദേശത്ത് നിന്ന് മാത്രമല്ല, പ്രാന്തപ്രദേശങ്ങളിലെല്ലാം അന്ന് ഭവനങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കലില്ല. എല്ലാം കടവല്ലൂർ ദേവരുടെ സന്നിധിയിൽ തന്നെയായിരുന്നു. ഇന്നത്തെ മാതിരി 8 ദിവസം കൊണ്ട് തീരുന്നതല്ല, അന്ന് 15 ദിവസത്തിൽ ഏറെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. 2 ഇപ്പോൾ നടന്നതിൻ്റെ ഇരട്ടിയായിട്ടാണ് നടന്നിരുന്നത്. അതിൻ്റെ കുറച്ചു കാലം മുമ്പ് തന്നെ ഏകദേശം ആ ദേശക്കാരെല്ലാം ഈ ക്ഷേത്ര സന്നിധിയിൽ അതിൻ്റെ ഉത്സാഹകരായിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണവും സന്തോഷവുമായ ഒരു സാഹചര്യം അന്യോന്യത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തെ ഭീഷ്മാചാര്യനായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട് കടവല്ലൂർ അന്യോന്യത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അദ്ദേഹം അത് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിൽ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ദൈവികമായ സാഹചര്യങ്ങളോ മോക്ഷ മുതലായ സംഗതികളോ ഒന്നും ചേർത്ത് വായിക്കേണ്ടതില്ലെങ്കിൽ ആ കാലത്ത് ആ വേദോപാസനം കൊണ്ടാണ് എൻ്റെ ചിന്തകളിൽ നന്മ ഉദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞതായി
ഈ അടുത്ത അവസരത്തിൽ ഞാനൊരു അദ്ദേഹത്തിൻ്റെ വിരോധത്തിൽ കാണുണ്ടായി. പല പല സച്ചിന്തകളും ഉണ്ടാകാൻ പ്രേരകമായത് വേദാധ്യയനത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുന്നുണ്ടായി. എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം സമ്പന്നമായ ഒരു സാഹചര്യത്തിൽ തന്നെ കടവല്ലൂർ അന്യോന്യം ഒരു ദിവസം അങ്ങ് നിന്നു. ഒരു കാലഘട്ടത്തിൽ അതിന് നടത്തുന്നതില്ല എന്ന് വേദജ്ഞർ തീരുമാനിച്ചു. പിന്നെ അത് അടുത്ത വർഷം ചുവന്നൂർ സഭാമഠത്തിൽ വെച്ചൊരു കൊല്ലം നടത്തുകയുണ്ടായിരുന്നു. അത് വേണ്ടത്ര സക്സസ് ആയിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് അത് ഏകദേശം വേദജ്ഞർ ഈ കടവല്ലൂരിലെ പ്രയോഗം എന്നേക്കുമെന്ന നിലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അത് നിന്ന് 42 വർഷം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ മകരികളും ഭീമാകാരമായ ഭരണികളുമൊക്കെ ചുമതല കേൾക്കുമ്പോൾ അതന്യത്തിൽ നിന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ജനം ദാരിദ്ര്യരഹിതമായ ഒരു സാഹചര്യത്തിൽ അക്കാലത്ത് തന്നെ നാടും പ്രാന്തപ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ സമ്പന്നമായി സന്തുഷ്ടമായി നടന്നിരുന്ന കാലത്ത് എന്തുകൊണ്ട് നിന്നു? വളരെ ആഴ്ന്ന് ചിന്തിച്ച് ചെന്നപ്പോൾ അതിൻ്റെ കാരണം പതിഞ്ഞ ശബ്ദത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, ക്ഷേത്രപ്രവേശനം നടന്നു. ക്ഷേത്രപ്രവേശനം നടന്നു. അതുകൊണ്ട് വേദജ്ഞർ അവർണൻ ക്ഷേത്രത്തിൽ കയറിയതുകൊണ്ട് വേദജ്ഞർ അവിടെ വന്ന് വേദം ചെല്ലാൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തതാണ്. അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. വേദമെന്ന് പറയുന്ന സമാനതകളില്ലാത്ത ലോകക്ഷേമത്തിന് വേണ്ടി മാത്രം ഉപകരിക്കേണ്ട ഒന്ന്, മനുഷ്യന്മാരിലൊരു വിഭാഗം അകത്ത് കയറുന്നു അല്ലെങ്കിൽ കയറി എന്നുള്ളത് കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നതല്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദത്തെയും വേദജ്ഞരെയും പുച്ഛിക്കേണ്ടതും മാറ്റി നിർത്തേണ്ടതുമല്ല. ആ ഉപാസന അവിടെ പുനരാരംഭിച്ചാൽ അതിന് സാഹചര്യം മോഹിച്ചുപോയി, ചിന്തിച്ചു, അതിൻ്റെ സാഹചര്യമുണ്ടായി. അതിന് ആ നാട്ടിലെ ചെറുപ്പക്കാരായ ഒരുപാട് പേരുണ്ട്. നന്നേ ചെറുപ്പക്കാരെ വീശ വളയ്ക്കാത്ത കുട്ടികളെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അവരുടെ സഹകരണം വളരെ വലുതുണ്ടായി. ബ്രഹ്മസംഭവത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ചിത്രവായന മാഷ്, അത് ചെറുപ്പ സ്കൂളിൽ എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇത് പുനരാരംഭിക്കണമെന്നുള്ള എൻ്റെ ഒടുങ്ങാത്ത മോഹം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പുറത്ത് തട്ടി പറഞ്ഞു, യു ഗോ ഹെഡ്, എല്ലാം നടക്കും, മഴം നിങ്ങളോടൊപ്പം ഉണ്ട്. ആ വാക്ക് അക്കാലത്ത് വലിയ കടന്നിരിക്കൽ നടത്തിയത് ഏറ്റവും ഒടുവിലായി, അത് നിലയ്ക്കുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിലായി വലിയ കടന്നിലിരിക്കൽ എന്ന് പറയുന്ന ചടങ്ങ് നടത്തി പന്താവൂർ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മദ്യത്തിൻ്റെ ഇല്ലത്തിൽ വെച്ച് ഉത്സാഹിക്കുക ഒക്കെ നേരെയാവും. അത് വേദാഗ്നി പകർന്നു തന്നതിന് സമാനമായി ഞാനിന്ന് കണക്കാക്കുന്നു. എന്തായാലും വേദം പഠിക്കാത്ത, വേദം എന്തെന്നറിയാത്ത ഒരുപാട് പേരുടെ യത്നം അതുകൊണ്ട് ആണ് ഈ അന്യോന്യം നടത്താൻ കഴിഞ്ഞത്, പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. ആഭാവോ ദേവവീ
ദേവവീതമ ആസൂരി യം ദേവവീതമ ഇതി ദേവാ വീതമ ആസൂരി യം സൂരി യം രോഹയാ രോഹയോ ദിവി 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 സോമാ ഊഷുവാണ സുവാന സോതൃഭി സോതൃഭിരാധി സോതൃഭിരീതി സോതൃഭി ആധിഷണുഭി സ്നോഭീരാവീനാം സ്നോഭീരീതി സ്നോഭീ ആവീനാമീത്യാവീനാം ആശ്വയേവഹാരിതാ ആശ്വയേവേത്യാശ്വയാ അന്യോന്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സംസ്കൃത വാക്കാണ് അന്യ അന്യം, ഒരാൾ മറ്റൊരാളെ. അപ്പോൾ ഇവിടെ ഈ സന്ദർഭത്തിൽ രണ്ട് ഋഗ്വേദത്തിൻ്റെ രണ്ട് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ. ഒന്ന് തിരുനാവായ ബ്രഹ്മസ്വമഠം, പിന്നെ ഒന്ന് തൃശ്ശൂർ ബ്രഹ്മസ്വമഠം. അപ്പോൾ ഒരാൾ മറ്റൊരാളെ പരീക്ഷിക്കുക, അതാണ് ഒരു യോഗത്തിലെ വേദപണ്ഡിതന്മാരുടെ വേദപ്രാവീണ്യം മറ്റുള്ള പ്രതിപക്ഷത്തിലുള്ള, അതായത് തൃശ്ശൂർ യോഗത്തിലുള്ള വേദപണ്ഡിതന്മാർ ഇവിടെ കടവല്ലൂർ വന്ന് വേദപ്രാവീണ്യം പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്ന്, ഋഗ്വേദത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നാണ് അത് പ്രകടിപ്പിക്കേണ്ടത് അത് എന്നുള്ള ആ ചോദ്യം, പരീക്ഷയുടെ ചോദ്യം വരുന്നത് മറുഭാഗമാണ്. പിന്നെ അതുപോലെ ആ പ്രയോഗത്തിൻ്റെ വൈശിഷ്ട്യം ശരിയായിട്ട് ചെയ്തോ തെറ്റിയോ നന്നായോ ചീത്തയായോ എന്നുള്ള ഇവാലുവേഷൻ ചെയ്യുന്നതും ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് മറ്റുള്ള യോഗം, അതായത് തിരുനാവായ യോഗത്തിലുള്ള പണ്ഡിതന്മാർ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിൽ ചെയ്യലും ഇവാലുവേഷനും ഒക്കെ തൃശ്ശൂരുള്ള യോഗത്തിലുള്ള പണ്ഡിതന്മാർ. തിരിച്ചും തൃശ്ശൂർ യോഗത്തിലുള്ള പണ്ഡിതന്മാർ
ഈ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും അതിൻ്റെ ഇവാലുവേഷനൊക്കെ തിരുനാവായ യോഗത്തിലെ പണ്ഡിതന്മാരാണ്. അതാണ് അന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി, ഓരോ യോഗത്തിനും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വിഷമമായിട്ടുള്ള ഭാഗമാണ് വേദഭാഗമാണ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുക. ഇവാലുവേഷനും വളരെ ടഫാണ്. ഏറ്റവും മാർക്ക് ഓപ്പോസിറ്റ് സൈഡിന് ഏറ്റവും മാർക്ക് കുറയ്ക്കാനുള്ള ശ്രമം, ആ ചോദ്യങ്ങളുടെ കാഠിന്യം, ഇവാലുവേഷൻ്റെ സ്ട്രിക്ട്നെസ്. അപ്പോൾ അതാണ് അന്യോന്യം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിനാൽ ചോദ്യം ഉണ്ടാക്കി ഇവാലുവേഷൻ ചെയ്യുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഈ അന്യോന്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ അന്യോന്യം തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒന്ന് എഴുതി വെച്ച ചരിത്രമൊന്നുമില്ല. എങ്കിലൊരു 300-350 കൊല്ലം തിരുനാവായ തൃശ്ശൂർ 2 യോഗങ്ങളായി പിരിഞ്ഞത് ആ കാലഘട്ടം ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു 300-350 കൊല്ലത്തിൻ്റെ മുമ്പാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഈ ഒരു അന്യോന്യം എന്നുള്ള മത്സര പരീക്ഷ ആരംഭിച്ചു എന്നാണ് കേൾക്കുന്നത്. പിന്നെ കുറേ കാലം അത് നിന്ന് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനം നടക്കുന്നവരെ അത് തുടർന്നു വന്നു. പിന്നെ അത് ക്ഷേത്രപ്രവേശനം കഴിഞ്ഞപ്പോൾ അത് അവിടെ അതിന് തടസ്സമായി, എല്ലാവരും അതിന് സഹകരിക്കാതായി. അന്നത്തെ ആ സാമൂഹിക നിലയനുസരിച്ച് പിന്നെ അടുത്ത് 1975 ഏതാണ്ട് ആ കാലത്താണ് ഇവിടെ, കൃത്യം എനിക്ക് ഓർമ്മയില്ല, ആ കാലത്താണ് ഇവിടെ, കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ആ കാലത്ത് രണ്ടാമതും ഇത് റിവൈവ് ചെയ്തു. അങ്ങനെ ഒരു 28-29 കൊല്ലമായിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ പരീക്ഷയിൽ വരണത് എന്താണെന്ന് വെച്ചാൽ, പരീക്ഷാർത്ഥികൾ ഋഗ്വേദത്തിൻ്റെ സംഹിത എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്, അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ സ്വരങ്ങളൊക്കെ അതേപോലെ ഹൃദിസ്ഥാപനം, പിന്നെ അതിൻ്റെ പദച്ഛേദം, സംസ്കൃത ഭാഷ കാണുന്നു, അപ്പോൾ അതിൻ്റെ പദങ്ങൾ അതും പ്രകൃതി പ്രയോഗമാണ് വാരം എന്ന് പറയുന്നത്. ആ വാരം ചെല്ലാൻ പഠിക്കണം, അതിന് പദപാഠം അറിയണം, പദം അറിയണം. പിന്നെ വികൃതി പ്രയോഗങ്ങളാണ് ഊണ് കഴിക്കുമ്പോൾ ചെല്ലുന്ന ജട അല്ലെങ്കിൽ രഥ. അപ്പോൾ അതിനും സംസ്കൃത ഭാഷയിലത്തെ സന്ധിയുടെ നിയമങ്ങൾ അറിയണം. അതുപോലെ വേദത്തിലാവുമ്പോൾ സ്വരങ്ങളുണ്ട്, ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്രജയം. അവ എങ്ങനെയാണ് സന്ധി ചെയ്യേണ്ടത് അറിയണം. ഇതിലൊക്കെ നിഷ്ണാതൻ ആയിത്തീർന്നാൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെ പ്രാവീണ്യമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. അതായത് ടെക്സ്റ്റിൻ്റെ നന്നായിട്ട് ചെല്ലാനറിയാം, പിന്നെ അതിൻ്റെ പദങ്ങളെ കൊണ്ടുള്ള ആ കളികൾ വികൃതി രൂപത്തിലായാലും പ്രകൃതി രൂപത്തിലായാലും അത് പ്രയോഗിക്കാൻ അറിയുക. സംസ്കൃത സന്ധി നിയമങ്ങൾ, പിന്നെ വേദത്തിലാണെന്ന് വെച്ചാൽ സ്വരസന്ധി നിയമങ്ങൾ, ഇതൊക്കെ വേണ്ടറിഞ്ഞ് നല്ലപോലെ അറിഞ്ഞ് പ്രയോഗിക്കാൻ അറിയാം. ഈ കാര്യങ്ങളാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. അത് 3 ഐറ്റംസിലാണ് ഇതൊക്കെ വരുന്നത്. ഒന്ന് വാരം, അതായത് ഇവിടെ ദീപാരാധന കഴിഞ്ഞാൽ വാരം, അത് പ്രകൃതി പാഠം. അത് കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വികൃതി പാഠം ഒരു ദിവസം. അത് ജടയോ രഥയോ ഏതാണ് ഈ പ്രയോക്താക്കൾക്ക് താല്പര്യം വെച്ചാൽ ആ വിഷയത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ, അതാണ് നടക്കുന്നത്. പിന്നെ ഇപ്പോൾ കാലത്ത് പുതുതായിട്ട് റിവൈവ് ചെയ്തപ്പോൾ രാവിലെ അർച്ചനകളും തുടങ്ങിയിട്ടുണ്ട്. ഋഗ്വേദം ചൊല്ലി അർച്ചിച്ച് പൂജിച്ചു വെച്ച ഈ കുടത്തിൽ വെള്ളത്തോടുകൂടി അതിനെ അർച്ചിച്ച് അത് കലശം ആടുക, അതും കൂടി ഇപ്പോൾ പുതിയ രീതിയിൽ തുടങ്ങിയപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ വേദം മുതലായ
സനാതനധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയിട്ടുള്ള സെമിനാറുകൾ, പിന്നെ കലാപരിപാടികൾ, ഓരോ ദിവസവും ഓരോ കലാപരിപാടികൾ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊപ്പം മുദ്രകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഋഗ്വേദത്തിൻ്റെ പദപാഠത്തിൽ ആണ് മുദ്രകൾ ഉപയോഗിക്കുക. അത് മുദ്രകളെ കൊണ്ട് എങ്ങനെയാണ് പദം മുറിക്കേണ്ടത് എന്ന് പറയാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു രീതിയാണ് ഹസ്തമുദ്ര എന്ന് പറയുന്നത്. ഓരോ പദത്തിൻ്റെ എവിടെ എത്ര അക്ഷരം കഴിഞ്ഞാലാണ് അത് മുറിക്കേണ്ടത്, അതിൻ്റെ ആ മുറിക്കുമ്പോൾ അതിൻ്റെ അവസാനം എങ്ങനെയാണ്. ഇപ്പോൾ സംസ്കൃതം അറിയുന്നവർക്കറിയാം, ഒരു മന്ത്രഭാഗമുണ്ട്, യ ഇന്ദ്രായ വചോയുജ. അപ്പോൾ അതിൽ യ ഇന്ദ്രായ എന്നുള്ളിടത്ത് ഏ ഇന്ദ്രായ അങ്ങനെയാണ് പതിച്ചാലും യ ഇന്ദ്രായ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പോൾ അത് യ എന്നാണെങ്കിൽ ഹ്രസ്വ വിസർഗമാണ്, അതിൻ്റെ മുദ്ര ഇത്. ഏതാണെങ്കിൽ ഏകാരം, അപ്പോൾ അതിൻ്റെ മുദ്ര ഇത്. അതാണ് ഏറ്റവും സിമ്പിളായിട്ടൊരു ഉദാഹരണം. ഓരോ പദത്തിൻ്റെയും അവസാന ഭാഗം അകാരാണോ ഇകാരാണോ ഹ്രസ്വാണോ ദീർഘാണോ ഇതതിൽപ്പെടും. പിന്നെ എത്ര അക്ഷരം കഴിഞ്ഞാലാണ് പദം മുറിക്കേണ്ടത് അതും ഈ കൈയിൻ്റെ ചലനങ്ങളെ കൊണ്ട് കാണിക്കാം. പിന്നെ ആ പദത്തിൽ അടങ്ങിയിട്ടുള്ള ഓരോ അക്ഷരത്തിൻ്റെ ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്രചയം അതും അറിയാം. പിന്നെ അത് ദീർഘാണോ ഹ്രസ്വാണോ ഇങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ആ പദത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ടാവും. രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്താണെന്ന് വെച്ചാൽ അതിനെ രണ്ടാക്കി മുറിക്കും. ഒടിച്ച പദം എന്നാ പറയാം. സോമപാനം എന്ന് പറയുമ്പോൾ സോമപാനം, അങ്ങനെ രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് സോമപാനം എന്ന ഒറ്റ വാക്കുണ്ടായത് എന്നുള്ളത് ആ കാര്യങ്ങളും. അതായത് ഘടകങ്ങൾ, ഒരു പദത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, ഇതൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നവർക്ക് പറയാതെ തന്നെ ഈ മുദ്രകളെ കൊണ്ട് ഈ മന്ത്രങ്ങൾ ഊഹിച്ചെടുക്കാൻ പറ്റും. ഒരു 3-4 പദങ്ങൾ കാണിച്ചാൽ ഇത് ഇന്ന ഭാഗമാണ് എന്ന് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പ്രയോഗം വരുന്നത് ഈ വാരം എന്നുള്ള പ്രയോഗത്തിലാണ്. പദം പറഞ്ഞു കൊടുക്കാൻ പാടില്ല, എല്ലാം മുദ്രകളെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ആണ് ആ സഹായമാണ് ആ വാരം പ്രയോഗിക്കുന്ന ആൾക്ക് കിട്ടുക. ചോദിക്കാനോ പറയാനോ പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡാണ് ഈ ഹസ്തമുദ്ര ഓരോ പദത്തിനും. ഓം പരിതോഷിഞ്ചതാ ഇതാ ഇതീതാ സിഞ്ചതാ സുതം സുതം സോമാ സോമോ യാ യാ ഉത്തമം ഉത്തമം ഹവീ ഉത്തമമിത്യുൽത്തമം ഹവിരിതി ഹവീ ദധന്വയാ യോ നരിയാ നരിയോ അപ്പസൂ അപ്പസവാന്താ അപ്പസവിത്യ സൂ അന്തരാസുഷാവാ ആസുഷാവാ സുഷാവസോമം സുസാവേതി സുസാവാ സോമമദ്രിഭിः
ഭിരിത്യാദ്രി ഭീ നൂനം പൂനാനാ പൂനാനോ വിഭി ആവിഭി പാരി ആവിഭിരിത്യാവി ഭീ പാരി സ്രവാ സ്രവാദബ്ധാ ആദബ്ധസൂരഭിൻ താരാ സൂരഭിൻ താരാ ഈതി സൂരഭിം താരാ സൂതേ ചിൽ ചിത്തവാ തവാ പശു ആ പശു മാദ ആമാ ആ പസവീത്യാ സൂ മാദാമോ അന്ധസ അന്ധസ ശ്രീണം ശ്രീണം തോ ഗോഭി ഗോഭീരുത്താരം ൂത്താരമീത്യുൽ താരം പാരീസു പൂവാന സുവാനാശ്ചാക്ഷസേ ചാക്ഷസേ
യാരുഷസി ആര നാഥ നാഥ യോനിം നാഥ ഈര നാഥ യോ മൃതസ്യ ദസി സീദസ്യൂച്ഛസാ ഊച്ഛസോ ദേവാ ദേവഹിരണ്യായ ഹിരണ്യായ ഇതി ഹിരണ്യായ ദുഹാന ഊധാ ദിവ്യം ദിവ്യം മാധു മാധു പ്രിയം പ്രിയം പ്രണം പ്രണം സാധസ്ഥം സാധസ്ഥമാസാദൽ സാധസ്ഥമിതി സാധാ സ്ഥം ആസാദൽ ആസാദീത്യാസാദൽ ആപൃച്ഛ്യം ധാരുണം ആപൃച്ഛ്യമിത്യാ പൃച്ഛ്യം ധാരുണം വാജി വാജ്യാരുഷതി ആരുഷതി നൃഭി നൃഭിർധൂതാ നൃഭീതി നൃഭി ധൂതോ വിചക്ഷണ വിചക്ഷണ ചക്ഷണ
സോമജാഗ്രവി ജാഗ്രവീരാഭ്യാ ആഭ്യോ വാരേ വാരേ പാരി പാരി പ്രിയാ പ്രിയാ ഈ പ്രിയാ ത്വം വിപ്രാ വിപ്രോ ആഭാവാ ആഭാവോ ഗീരസ് താമാ ഗീരസ് താമോ മാധവാ ഗീരസ് താമാ ഇത്യം ഗീര താമാ മാധവാ യജ്ഞം യജ്ഞം മീമി ക്ഷാ മീമി ക്ഷനാ നാ ഈ നാ സോ ധവാൻ ധവാൻ പാവതേ പാവതേ ഗാതൂവി താമാ ഗാതൂവി താമാ ഋഷി ഗാതൂവി താമാ ഇതി ഗാതൂവിൽ താമാ ഋഷിർ വിപ്രാ വിപ്രോ വിചാക്ഷണാ വിചാക്ഷണാ ഇതി വിചാക്ഷണാ ത്വം കാവീ കാവീരാഭാവാ ആഭാവോ ദേവവീതമാ ദേവവീതമാ ആ
സാമുദ്രം
दधीषा इति दधीषे